ഈ ഒരു സത്യം ഉൾക്കൊണ്ട് ഇതിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ വന്നിരുന്നു. ഞാൻ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ എൻ്റെ പഠനം, ഇസ്ലാം എന്നല്ല അതിന് മുമ്പ് തന്നെയുള്ള എൻ്റെ വേദപഠനവും മറ്റും കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയുമായും അനുജത്തിമാരുമായിട്ടും വീട്ടിൽ മറ്റ് ബന്ധുക്കളുമായിട്ടുമൊക്കെ ഞാൻ അതാത് അവസരങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഈ ഇസ്ലാമിനെ പറ്റി ഞാൻ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എൻ്റെ പിന്നാലെ അവരും ഈ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി. എൻ്റെ ഉമ്മായും 2 അനിയത്തിമാരും പിന്നെ ബന്ധുക്കളിൽ നിന്ന് പല ആളുകളും സ്വീകരിക്കുകയുണ്ടായി. പിതാവ് അതിൽ നിന്ന് ഒഴിവായിരുന്നു. അദ്ദേഹത്തിന് പൊതുവായിട്ടൊരു ദൈവവിശ്വാസം തന്നെ ഇല്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ വീട്ടിലുള്ളവർക്ക് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 3-4 വർഷങ്ങൾ ഈ രീതിയിൽ വിശ്വാസത്തിൽ തന്നെ കഴിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് പൊതുസമുദായം, നാട്ടുകാരും പൊതുസമുദായവും അറിയുന്നത്. അവരറിഞ്ഞതോടുകൂടി അവർ സ്വന്തം വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങി, വീട്ടുകാരെ നിർബന്ധിക്കാൻ തുടങ്ങി, എൻ്റെ പേരിൽ അവർ ഇല്ലാത്ത കേസുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയെ ഇടപെടിച്ചത് വഴി എന്നെ പിടിച്ച് തടവിലാക്കി 5 മാസവും 13 ദിവസവും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജിലുള്ള ഒരു വാർഡിൽ എന്നെ ഡിറ്റെയിൻ ചെയ്തു. അങ്ങനെ അവസാനം അതിനുശേഷം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടാണ് എന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ വധിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു. അതുപോലെ സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, അതായത് 2 ഇലക്ട്രോഡുകൾ തലയുടെ സൈഡിൽ വെച്ചിട്ട് ഇലക്ട്രിക് കറണ്ട് തലച്ചോറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമാനായ മനുഷ്യനെ ബുദ്ധിയില്ലാത്തവനാക്കാൻ കഴിയും, ഭ്രാന്തില്ലാത്തവനെ ഭ്രാന്തുണ്ടാക്കാൻ കഴിയും, മന്ദബുദ്ധിയാക്കാൻ കഴിയും. അങ്ങനെ പലതും അവർക്ക് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് മാത്രം അത്തരം ചതികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. അവൻ എന്നെ സ്വതന്ത്രനാക്കി. അവരുടെ ഈ സമൂഹത്തിൻ്റെ ഭീഷണി തന്നെ ഇതായിരുന്നു. ഒന്നുകിൽ തന്നെ ഞങ്ങൾ കൊന്നുകളയും, അല്ലെങ്കിൽ ആജീവനാന്തം സൈക്യാട്രിക് സെല്ലിൽ അടയ്ക്കപ്പെടും, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് നഷ്ടപ്പെടും. അപ്പോൾ ഞാനതിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ദൈവത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്. അവൻ്റെ തീരുമാനം കൂടാതെ എനിക്ക് എൻ്റെ ഒരു രോമം ഇളക്കാൻ പോലും ഇവർക്ക് സാധ്യമല്ല. ഇവരുടെ കയ്യിൽ കൂടി എൻ്റെ മരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും പടച്ചവനല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എനിക്ക് സാധ്യമല്ല, കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു, ഇവരെന്ത് ചെയ്യുന്ന ചെയ്യട്ടെ, എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ്, എൻ്റെ പടച്ചവൻ, അവൻ എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ഒരു ഉറച്ച തീരുമാനമെടുത്തു. അതുപോലെ തന്നെ പടച്ചവൻ്റെ ഭാഗത്ത് എനിക്ക് അദൃശ്യമായ സഹായങ്ങളുണ്ടായി. ഭൗതികമായ സാഹചര്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയ പല എവിഡൻസുകളും എനിക്കെതിരായി വന്നു എങ്കിലും ശരി, പടച്ചവൻ അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വളരെ എളുപ്പമായ രീതിയിൽ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത് വളരെ അവിശ്വസനീയമായിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്രകാരം ഒരു മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊന്നുകളയുമെന്ന് പറയുക, ഭീഷണി ഉണ്ടാവുക, നിരന്തരം ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ മതപരിവർത്തനം, നിർബന്ധ മതപരിവർത്തനം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇതല്ലേ യഥാർത്ഥത്തിൽ നിർബന്ധ മതപരിവർത്തനം? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ സ്വമേധയാ താൻ ഒരു മതത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് സമൂഹത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നു. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തടങ്കലിൽ വയ്ക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ കൊണ്ടുപോകുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സമ്മർദ്ദങ്ങളും ഉപയോഗിക്കുന്നു. ഈ സമ്മർദ്ദങ്ങളാണ് ഒരുത്തനെ നിർബന്ധ മത പരിവർത്തനം എന്ന ആ ഒരു വിവക്ഷയിൽ കൊണ്ടുവരേണ്ടത്. ഇവിടെ സ്വമേധയാ മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം മാനസികമായി ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പരിവർത്തനത്തിൽ നിന്ന് പിന്നെ നിർബന്ധിച്ച് വീണ്ടും ഒരു പരിവർത്തനം പാരമ്പര്യ മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ വ്യഗ്രത, അതാണ് യഥാർത്ഥത്തിൽ ഒരു നിർബന്ധ മത പരിവർത്തനമായിട്ട് ഇവിടെ കാണപ്പെട്ടു വരുന്നത്. പക്ഷേ സമൂഹം കാണുന്നത് പാരമ്പര്യ മതം വിട്ട് വേറൊരു മതം പോകുമ്പോൾ അത് നിർബന്ധ മത പരിവർത്തനമായിട്ടും പാരമ്പര്യ മതത്തിൽ ഉറപ്പി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നയം നമുക്കിവിടെ കാണാൻ കഴിയും. അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തിൽ പൊതുവെ പറയപ്പെടുന്നത് പാരമ്പര്യ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുമ്പോൾ അത് നിർബന്ധിത മതപരിവർത്തനമാണ്, അതിൽ നിർബന്ധമുണ്ട്, നിർബന്ധ ബുദ്ധിയുണ്ട്, നിർബന്ധ ശക്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ
അത്തരത്തിലൊരു നിർബന്ധിത മതപരിവർത്തനം പാരമ്പര്യ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് അത് ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ നിർബന്ധിക്കാൻ സാധ്യമാണോ? താങ്കളോടാണ് മുഹമ്മദ് ഈസ ചോദ്യം. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായി അവന് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് നേടിയതിനു ശേഷം അവൻ ആരുടെയും പ്രലോഭനത്തിന് വഴങ്ങാതെ സ്വന്തമായി അവൻ്റെ പഠനത്തിൻ്റെ അവൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവനൊരു വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഇസ്സത്തിലേക്കോ എത്തിക്കഴിഞ്ഞാൽ, ഒരു ചിന്തയിലേക്കോ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തരുന്നുണ്ട്. അത് വളരെ വ്യക്തമായി നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് സാർ ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു പ്രായപൂർത്തി എത്തിയ ഒരു കുട്ടി, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുക്കൻ, ഒരു പ്രായപൂർത്തി എത്തിയ ഒരു വ്യക്തി മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ വേറൊന്നിൻ്റെയും പേരിലല്ല, മാതാപിതാക്കളെക്കാട്ടിലും മാതാപിതാക്കളോട് ഏറ്റവും സ്നേഹം കാണിക്കേണ്ട ആ കുട്ടി പുതിയതായി കാണുന്ന ഒരു ചെറുക്കനെ അല്ലെങ്കിൽ ഒരു പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിലേക്ക് പോവുകയാണെങ്കിൽ സമൂഹം മുഴുവൻ അതിന് സപ്പോർട്ടാണ്. സിനിമകളിലൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ കഥകൾ പറഞ്ഞുകൊണ്ട് ധാരാളം നോവലുകളും കവിതകളും ഒക്കെ എഴുതിക്കൊണ്ട് അതിനെ ഒരു മഹത്തായ ഒരു സംഭവമാക്കി ചിത്രീകരിക്കുകയും മിശ്രവിവാഹം എന്ന പേരിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇവരോട് തന്നെ ചോദിക്കുക, അപ്പോൾ കണ്ട ഒരു പയ്യനാണോ വലുത്, അതോ നിന്നെ ജനിപ്പിച്ച് നിന്നെ വളർത്തിയെടുത്ത മാതാപിതാക്കളാണോ വലുത് എന്ന് ചോദിച്ചാൽ, കോടതി ചോദിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസാക്ഷിയോട് ചോദിക്കുകയോ ചെയ്താൽ ആ കുട്ടിക്ക് തന്നെ അല്ലെങ്കിൽ അവളൊന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ പറയേണ്ടി വരും, ശരിയാണ്, മാതാപിതാക്കൾ തന്നെയാണ് ആ കുട്ടിക്ക് വലുത്. എന്നാൽ ഒരു വിശ്വാസം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൻ്റെ പേരിൽ ഒരു പാരമ്പര്യ മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു കാലത്ത് അവനോട് ചോദിച്ചാലും താങ്കൾ ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു മതം സ്വീകരിച്ചത് ശരിയായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ശരിയാണ് എന്ന് തന്നെ അവന് പറയാൻ സാധിക്കും. കാരണം മാതാപിതാക്കളെക്കാട്ടിലും വലുതാണ് ദൈവം എന്നുള്ള കാര്യത്തിൽ മതവിശ്വാസമുള്ള ഏത് മതസ്ഥരായിക്കോട്ടെ എല്ലാവർക്കും ഒറ്റ വീക്ഷണം തന്നെയാണുള്ളത്. അപ്പൊ എന്താണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. മാതാപിതാക്കൾ ഇദ്ദേഹത്തെ വളർത്തി എന്നതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മതബോധം ഉണ്ടാവണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രീ ആയിട്ട് മതത്തെ വലിയ ഗൗരവമായി കാണാത്ത ആളായിരിക്കും. എന്നാൽ ആ സ്വഭാവം അല്ല ഈ മകന് ചിലപ്പോൾ ഉണ്ടാവുക. മകനെ സംബന്ധിച്ചോളം ചെറുപ്പത്തിൽ തന്നെ മതബോധം ഉള്ള ആളായിരിക്കും. അവന്റെ അന്വേഷണത്തിലൂടെ അത് മനസ്സിലായെങ്കിൽ ഇയാൾ സ്വീകരിക്കണം. എന്നാണ് ഇയാൾ സ്വീകരിക്കേണ്ടത്? ഒരു മാതാപിതാക്കൾ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ ഈ വ്യക്തി 65, ഇവരുടെ മകൻ ഒരു 65-70 വയസ്സ് വരെ ജീവിച്ചു. ഈ മാതാപിതാക്കൾ കരയുന്നു എന്നതിന്റെ പേരിൽ മാത്രം ഇദ്ദേഹം മതം മാറാതിരിക്കണമെങ്കിൽ ഇദ്ദേഹം ഏതാണ്ട് 70 വയസ്സ്, അതായത് ഒരു 15 വയസ്സിൽ ഉണ്ടായ തിരിച്ചറിവ്, പിന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തൊരു മതത്തിൽ, അദ്ദേഹത്തിന്റെ ഇഷ്ടമില്ലാത്തൊരു ജീവിത സാഹചര്യത്തിൽ, അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം ഈ പറയപ്പെടുന്ന 70 വയസ്സ് വരെ ജീവിക്കണമെന്നാണ്. നമുക്കറിയാലോ, ഒരു 70 വയസ്സെന്ന് വെച്ചാൽ ഒരു ആയുസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഓക്കെ, വ്യക്തമാണ്. മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഈ നിർബന്ധിതം എന്നുള്ളത് സാധ്യമാകുന്നത് എവിടെയാണ്? എനിക്ക് വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിയുകയില്ല എന്നാണ്. ഒട്ടും കഴിയുകയില്ല. കാരണം ഒരു രാജ്യം വിചാരിച്ചാൽ ആ ജനതയെ വേണമെങ്കിൽ മതം മാറ്റാൻ നിർബന്ധിച്ച്. പിന്നെ സാധ്യതയുള്ളത് മാതാപിതാക്കൾക്ക് മക്കളെ നിർബന്ധിച്ച് അവർ സ്വീകരിച്ച ഒരു മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ അധികാരമുള്ളത് കൊണ്ട്. അതേപോലെ ഒരു ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയോട് പറയാം, നീ എന്റെ മതത്തിലോട്ട് വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുമെന്ന് പറയാം. ഇതൊന്നുമില്ലാത്ത ഒരു മതപ്രബോധകനെ എങ്ങനെയാണ്, യാതൊരു ബന്ധവുമില്ല, യാതൊരു കമ്മിറ്റ്മെന്റും പരസ്പരം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇയാളോട് പറയുക നിർബന്ധമായി മതം മാറണമെന്ന്? എങ്ങനെ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരാളെ മതം മാറ്റാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷ തന്നെ ഇല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പ്രവാചകനോട് തന്നെ പറയുന്നത് കാണാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ഇസ്ലാമിന്റെ സന്മാർഗം എന്ത് ചെയ്തില്ല, കിട്ടുകയില്ല. അതായത് പ്രവാചകൻ പോലും ആഗ്രഹിച്ചാൽ കിട്ടുകയില്ല. നേരെ മറിച്ച് അല്ലാഹു തആല ആരെയാണോ ചൂസ് ചെയ്യുന്നത് അവർക്കാണ് കിട്ടുക എന്ന് പറയുന്നു കൃത്യമായിട്ട്.
നമ്മുടെ സമൂഹം വളരെ കുടുസായ ചിന്തയാണ് ഉള്ളത്. അതായത് ഇപ്പോൾ നിനക്ക് യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും എന്താണ്, മതം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദൈവത്തിൽ വിശ്വസിക്കുക, ആ ദൈവത്തിന് സർവ്വത സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി തൻ്റെ കാര്യങ്ങൾ ദൈവത്തോട് തുറന്നു പറഞ്ഞ് തൻ്റെ കാര്യങ്ങൾ മാനസികമായ ഒരു ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വേദിയാണ്, അതെൻ്റെ ഒരു വെഹിക്കിളാണ്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരിവർത്തനം ഉണ്ടാകുമ്പോൾ പാരമ്പര്യ മതത്തിലെ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ അവിടെ മാതാപിതാക്കളും അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളും എടുക്കുന്ന നടപടി എന്ന് വെച്ചാൽ നീ ഇനി ഈ മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ പള്ളിയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ അമ്പലത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ മറ്റു കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീ മതം മാറരുത്. നീ മതം മാറിക്കഴിഞ്ഞാൽ മതം മാറുന്ന ആ വിഷയം അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. വേണ്ട, പള്ളിയിൽ വരണ്ട, ഒന്നും ചെയ്യണ്ട. ഈ ഒരു 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 ബ്ലോക്ക്, അതിനുള്ള തടസ്സം സൃഷ്ടിക്കുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നു. മിസ്റ്റർ ഈസയുടെ ഫാദറും മിസ്റ്റർ ഈസയും തമ്മിൽ തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ഉണ്ടായിരുന്നത്. ഈസയുടെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതത്തെ എത്രമാത്രം അല്ലെങ്കിൽ കാള് ചേർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രമാത്രം പ്രചരിപ്പിക്കാൻ കഴിയുമോ അതനുസരിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് എത്രമാത്രം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുമോ അത് എത്തിക്കണം. ഇത് രണ്ടു കൂട്ടരും പരസ്പരം മനസ്സിലാക്കി ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവർ വീണ്ടും അവർ സമൂഹത്തിൽ ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്നു. വീട്ടിൽ പോകുന്നു, മീസയ്ക്ക് വാപ്പയുടെ അച്ഛനോടുള്ള കടമകൾ നിർവഹിക്കാനുള്ള അവസരം കൊടുക്കുന്നു, അമ്മയോടുള്ള കടമ നിർവഹിക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഈസയുടെ അച്ഛനും അമ്മയും മകൻ്റെ മക്കളെ മടിയിലിരുത്തി താലോലിക്കാനുള്ള ആ സുലഭമായ ആ അവസരങ്ങൾ അവർ ഉപയോഗിക്കുന്നു. അതൊന്നും അവരെ വേർതിരിക്കുന്നില്ല. മതം അതിനൊരു തടസ്സമല്ല. മതം അതിനൊരു തടസ്സമല്ല. പക്ഷെ തടസ്സം സൃഷ്ടിക്കുന്നത് സമൂഹത്തിലെ മറ്റു ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങളാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി. വ്യക്തമാണ്.